ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSEB കണ്ടക്ട് ചെയ്ത ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ ബാങ്കിങ് ഏരിയയിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള PYQs ആണ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ ക്വസ്റ്റ്യൻസ് വായിച്ചു കഴിയുമ്പോൾ ആൻസർ പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ തന്നെ ആ ആൻസർ ഒന്ന് ഗസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണേ. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Question number 1. As per which act, banks are required to maintain minimum statutory liquidity ratio as prescribed by RBI? Option A, Section 24 of Banking Regulation Act. Option B, Section 42 of Banking Regulation Act. Option C, Section 24 of RBI Act. Option D, Section 42 of RBI Act. RBI പ്രിസ്ക്രൈബ് ചെയ്യുന്ന മിനിമം SLR അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ബാങ്ക്സ് ഏത് ആക്ട് പ്രകാരമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, സെക്ഷൻ 24 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. അപ്പോൾ ഇനി മറക്കരുത്, SLR എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർക്കണം, സെക്ഷൻ 24 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The Know Your Customer Guidelines has been introduced in banks with a view to curtailing option A, corruption, ഓപ്ഷൻ ബി നോൺ പെർഫോമിംഗ് അസറ്റ്സ്, ഓപ്ഷൻ സി മണി ലോണ്ടറിങ്, ഓപ്ഷൻ ഡി ടാക്സ് എവേഷൻ. നമുക്കറിയാം, നമ്മൾ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ബാങ്ക് നമ്മുടെ അഡ്രസ്സും ഐഡന്റിറ്റിയൊക്കെ വെരിഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആധാർ, പാൻ കാർഡ് അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിന്റെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് ബാങ്കുകൾക്ക് കസ്റ്റമറുടെ ഐഡന്റിറ്റി വെരിഫൈ ചെയ്യണം, ബട്ട് അറ്റ് ദി സെയിം ടൈം മണി ലോണ്ടറിങ് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ്. സോ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, മണി ലോണ്ടറിങ്. In the third question, when the holder of an order check signs on the back of it without the name of the person to whom the amount is to be paid, it is called option A, blank endorsement, option B, partial endorsement, option C, full endorsement, option D, restrictive endorsement. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, ചെക്കിന്റെ ഹോൾഡർ ബാക്ക് സൈഡിൽ മാത്രം സൈൻ ചെയ്തിട്ട് പേയുടെ നെയിം മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ അത് ഏത് ടൈപ്പ് എൻഡോഴ്സ്മെന്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്, ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ്. അപ്പോൾ ഓർക്കുക, സൈൻ ഓൺലി ആണെങ്കിൽ അത് ഏത് ടൈപ്പ് എൻഡോഴ്സ്മെന്റ് ആണ്, ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെക്ഷൻ 131 ഓഫ് ദി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് extends protection to the option A, paying bank, option B, collecting bank, option C, confirming bank, option D, drawing bank. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, കളക്ടിംഗ് ബാങ്ക്. അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിന്റെ സെക്ഷൻ 131 ആർക്കാണ് ലീഗൽ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്? കളക്ടിംഗ് ബാങ്കർക്കാണ് ലീഗൽ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഇൻ അഗ്രികൾച്ചർ സെക്ടർ, ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പ് ലോൺസ് വിൽ ബിക്കം NPA if the installment and interest is overdue for option A, 90 days, option B, 2 crop seasons, option C, 1 crop season, option D, 180 days. ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 crop seasons. ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പ് ലോൺ എന്ന് പറയുന്നത് ഒരു സീസണ് വേണ്ടിയിട്ട് എടുക്കുന്ന ലോണാണ്. അപ്പൊ ഈ കേസിൽ RBI നോംസ് അനുസരിച്ച് ആ ലോണിന്റെ ഇൻസ്റ്റാൾമെന്റും ഇൻട്രസ്റ്റും 2 ക്രോപ്പ് സീസൺസ് വരെ പെൻഡിങ് ആയാൽ അതിനെ NPA അല്ലെങ്കിൽ നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി അപ്രോച്ച് അഡോപ്റ്റഡ് ബൈ ദി ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം 2021? ഓപ്ഷൻസ് എ, ഗ്ലോബൽ ഓംബുഡ്സ്മാൻ, ഓപ്ഷൻ ബി, റീജിയണൽ ഓംബുഡ്സ്മാൻ, ഓപ്ഷൻ സി, വൺ നേഷൻ വൺ ഓംബുഡ്സ്മാൻ, ഓപ്ഷൻ ഡി, നോ ഓംബുഡ്സ്മാൻ അപ്രോച്ച്. അപ്പോൾ ഇതിൻ്റെ ആൻസറിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. 2021 ഈ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് RBI റെഗുലേറ്റഡ് എൻറ്റിറ്റീസിന് 3 ടൈപ്സ് ഓംബുഡ്സ്മാൻ സ്കീം ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് കാറ്റഗറി ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീമായിരുന്നു. അതുപോലെ തന്നെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിന് സെപ്പറേറ്റ് ഓംബുഡ്സ്മാൻ സ്കീം അവൈലബിൾ ആയിരുന്നു. അതുപോലെ തന്നെ ഡിജിറ്റൽ പേയ്മെന്റ്സിനും സെപ്പറേറ്റ് സ്കീമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ 2021 RBI ഈ 3 സ്കീംസിനെയും കൂടെ മെർജ് ചെയ്തിട്ടാണ് ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇതിന്റെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വൺ നേഷൻ വൺ ഓംബുഡ്സ്മാൻ, അതാണ് ഇതിന്റെ അപ്രോച്ച്. Next question. What is the pecuniary jurisdiction of District Forum under the Consumer Protection Act 2019? Option A, up to rupees 100 lakhs. Option B, up to rupees 20 lakhs. Option C, up to rupees 50 lakhs. Option D, none of the above.
അപ്പോൾ ഇവിടെ പെക്യുനിയറി ജൂറിസ്ഡിക്ഷൻ ഓഫ് ഡിസ്ട്രിക്ട് ഫോറമാണ് ചോദിച്ചിരിക്കുന്നത്. പെക്യുനിയറി മീൻസ് മോണിറ്ററി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഡിസ്ട്രിക്ട് ഫോറത്തിന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം എത്ര എമൗണ്ട് വരെയുള്ള കേസസ് ആണ് അവരുടെ ആ ഒരു ജൂറിസ്ഡിക്ഷനിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ സി ആണ്, അപ് ടു ₹50 lakhs ആണ്. അപ്പോൾ 50 lakhs വരെയുള്ള കേസസ് ആണ് ഡിസ്ട്രിക്ട് ഫോറത്തിന് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി 8th ക്വസ്റ്റ്യൻ, വിച്ച് ടേം ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദി റോൾ ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് in the credit delivery system? Option A, macro finance. Option B, micro finance. Option C, mega financing. Option D, ultra lending. ഇപ്പോൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവർ പ്രധാനമായിട്ടും സ്മോൾ ലോൺസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിന്റെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്, മൈക്രോ ഫിനാൻസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, what is the loan target for weaker section beneficiaries for banks other than regional rural banks as per new priority sector guidelines? Option A, 15%. Option B, 8%. Option C, 12%. Option D, 10%. Sir, option C ആണ് 12%. അതായത് RRB അല്ലാതുള്ള മറ്റ് ബാങ്കുകൾ ലോൺസ് പ്രൊവൈഡ് ചെയ്യുമ്പം അവർ ആ പ്രൊവൈഡ് ചെയ്യുന്ന ലോണിന്റെ മിനിമം 12% ആർക്ക് പ്രൊവൈഡ് ചെയ്യണം? വീക്കർ സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റിക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, when the loan installment is due for payment from 31 days to 60 days, the account is classified as which category of special mention accounts? Option A, SMA1. Option B, SMA0. Option C, SMA2. Option D, none of the above. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, SMA1. 31 to 60 days വരെയുള്ള ടൈം പീരീഡിൽ ലോൺ ഓവർ ഡ്യൂ ആയാൽ അതിനെ SMA1 അല്ലെങ്കിൽ സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് 1 എന്ന കാറ്റഗറിയിലാണ് ആ അക്കൗണ്ടിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ഈ 10 ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയതെന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.